എല്ലാവരും റിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ റിച്ച് ആവുന്നതിന് വിലയില്ലാത്തൊരു കാലാവില്ലേ? അതുപോലെ എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിൽ ആ ഉണ്ട് എന്നുള്ളതിന് അതൊരു വലിയ വാല്യൂ ഉണ്ടാവില്ല. മനുഷ്യന്മാരെല്ലാം എക്സ്ക്ലൂസീവ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. മറ്റാളുടെ അടുത്ത് ഇല്ലാത്ത ടൈപ്പ് കാറ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഐഡന്റിറ്റികൾ. ഇപ്പോൾ ഗെയിമിൽ ഇൻ ഗെയിം അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ മുടക്കുന്ന പോലെ, ലക്ഷറി കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൂട്ടുന്ന പോലെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ക്ലൂസിവിറ്റി കിട്ടാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമുണ്ട്. അവിടെയാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ മെഷീൻസും AI ഒക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഫുൾഫില്ല് ചെയ്യുന്നു. അപ്പോൾ നിലവിൽ ഒരു ഹൈ ഇൻകം ക്ലാസ്സിന് മാത്രം അഫോർഡ് ചെയ്യാൻ കഴിയുന്ന സൗകര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതിലെങ്ങനെ എക്സ്ക്ലൂസിവിറ്റി ക്രിയേറ്റ് ചെയ്യുക? സിമ്പിൾ എക്സാമ്പിൾ എന്താ വെച്ചാൽ, കുടിക്കാൻ വെള്ളമുണ്ട്, കുടിക്കാൻ വെള്ളം എല്ലാവർക്കും ഫ്രീ ആണ്. ബട്ട് ദെൻ ഇവിയൻ്റെ ഒക്കെ വെള്ളം ഉണ്ടല്ലോ, 700 രൂപ 800 രൂപയൊക്കെ ലിറ്ററിന് കൊടുക്കുന്ന ടൈപ്പ് വെള്ളമില്ലേ, അത് കുടിക്കുന്നവരുണ്ട്. അതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ് ആണല്ലേ. അതുപോലെ മാസ് പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാറുകളുണ്ട്. ഒരു പക്ഷെ അത്ര തന്നെ ഫീച്ചർ ഉണ്ടാവില്ല ഈ റോൾസ് റോയ്സിന്റെ ഒക്കെ ഹാൻഡ് മെയ്ഡ് കാറുകൾ എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഓഫ് കാർസിന്. ബട്ട് ദെൻ അതിനൊരു പ്രീമിയം ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഒരു ഹ്യൂമൻ ടച്ച് കാണിക്കുന്ന ആ ഒരു ആർട്ടിസാൻഷിപ്പൊക്കെ കാണിക്കുന്ന ടൈപ്പ് സംഭവങ്ങൾക്കൊക്കെ കൂടുതൽ വാല്യൂ ഉണ്ടായേക്കാം. കാരണം മറ്റേതിന് വാല്യൂ കുറയും.